നമസ്കാരം. സിനിമകൾ എപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തെ, പൊതുജനങ്ങളെ സിനിമയുടെ കഥകളും കഥാപാത്രങ്ങളും സ്വാധീനിക്കുന്നതിനൊരു പരിധിയില്ല. സിനിമയിലെ കഥാപാത്രങ്ങളുടെ വേഷങ്ങൾ, അവരുടെ സംഭാഷണ ശൈലി, അവരുടെ ഹെയർ സ്റ്റൈൽ ഒക്കെ സമൂഹം നോക്കിക്കാണാറുണ്ട്, അനുകരിക്കാറുണ്ട്. സിനിമ പാട്ടുകൾ, കഥകൾ ഒക്കെ ജീവിതവുമായി, പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അത് സിനിമയിലെ കഥകൾ, കഥാപാത്രങ്ങളൊക്കെ ആവാഹിച്ച് നടക്കാറുണ്ട്. ഇപ്പോൾ നമ്മളുടെ സിനിമകൾ ഇപ്പോൾ കൂടുതലും വില്ലന്മാരാണ് ചർച്ച ചെയ്യപ്പെടുന്നത്, നെഗറ്റീവ് എലമെൻറ്റുകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ സിനിമയിൽ കാണിക്കുന്ന ക്രൈമുകൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ അതും അതുപോലെ പൊതുസമൂഹം അല്ലെങ്കിൽ ആളുകൾ ഏറ്റെടുക്കാറുണ്ട്, ഒരു മോഡലാക്കാറുണ്ട്. അങ്ങനെ നമുക്കറിയാം, അടുത്ത കാലത്ത് നടന്ന കുറേ കുറ്റകൃത്യങ്ങൾ ഇന്ന സിനിമയുടെ മോഡൽ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ ഇത് വരുമ്പോൾ വിമർശനം വരുമ്പോൾ സിനിമാക്കാർ പറയുന്ന ഒരു ഭാഷ്യമുണ്ട്, എന്നാൽ പിന്നെ എന്തുകൊണ്ട് നല്ലത് ജനം സ്വീകരിക്കുന്നില്ല? നല്ലതും സ്വീകരിക്കാറുണ്ട്, നല്ലതേ അവർ കൂടുതൽ സ്വീകരിക്കാറുള്ളൂ. പക്ഷേ ഇപ്പം സിനിമയിലെ നെഗറ്റീവ് കഥകളും നമ്മളുടെ കട്ടച്ചോര കൊണ്ട് സർബത്തടിച്ച് കുടിക്കാമെന്നുള്ള പാട്ടും ഒക്കെ എല്ലാം ഒരു ജഗപുകയാണല്ലോ ഇപ്പോഴത്തെ സിനിമയിലെ കഥകൾ പോകുന്നതും പാട്ടുകൾ പോകുന്നതും എല്ലാം തന്നെ. അപ്പോൾ സിനിമയിലെ നല്ല വശങ്ങൾ തന്നിലേക്ക് ആവാഹിച്ച് അതിൻ്റെ ജീവിതത്തിൽ തങ്ങളിലുണ്ടായിരുന്ന കുഴപ്പങ്ങളോ കുറവുകളോ ഒക്കെ മാറ്റിയെടുത്തവരുമുണ്ട്. അങ്ങനെ ജയസൂര്യയുടെ വെള്ളം എന്ന സിനിമയിലെ ഒരു മുഴുക്കുടിയനായ ഒരു കഥാപാത്രത്തെ ജയസൂര്യ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ച സിനിമയാണ് വെള്ളം. അപ്പോൾ വെള്ളം എന്ന സിനിമയിലെ ആ നല്ല സന്ദേശം, ഒരു മദ്യപാനിയുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാം, എങ്ങനെയൊക്കെ ആയിത്തീരാം, എങ്ങനെ മാറാം എന്നുള്ള നല്ല സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ജീവിതം മാറ്റിയെടുത്ത, മദ്യപാനത്തിന് അഡിക്റ്റായിരുന്ന, എന്നിട്ട് ആ സിനിമ കണ്ട് സിനിമയിലെ കഥാപാത്രത്തിൻ്റെ ജീവിതം കണ്ടിട്ട് തൻ്റെ ജീവിതം വേറെ ദിശയിലേക്ക് വഴിതിരിച്ചു വിട്ട കൊടുമൺ സ്വദേശി സുനിൽ ജോർജ് നമ്മോടൊപ്പമുണ്ട്. സുനിലിനെ നമുക്ക് പരിചയപ്പെടാം. സുനിൽ, നമസ്കാരം. നമസ്കാരം. എന്തായിരുന്നു വെള്ളം സിനിമ കാണുന്നതിന് മുൻപും അതിനുശേഷവും ഉണ്ടായ കഥ ഒന്ന് പറയൂ. വെള്ളം സിനിമ കാണുന്നതിന് മുമ്പ് എന്ന് പറയുമ്പം എൻ്റെ ഒരു ഡിഗ്രി കാലഘട്ടത്തിന് ശേഷം ഞാൻ പഠനവുമായി ബന്ധപ്പെട്ട സമയം മുതൽ ചെറിയ രീതിയിൽ മദ്യപാനം തുടങ്ങിയൊരു വ്യക്തിയായിരുന്നു. ആദ്യം ഒരു സ്പോർട്സ് മേഖലയിലുള്ള സമയത്ത് ബിയറടിച്ചാൽ ശരീരം നന്നാവും എന്ന് പറഞ്ഞ ഇതിന് പ്രചോദനം കൊണ്ട് ചെറിയ രീതിയിൽ ബിയറടി തുടങ്ങി. അവിടെ നിന്ന് സുഹൃത്തുക്കളുമായിട്ടൊക്കെ നല്ല നല്ല കമ്പനികൾ കിട്ടി, മദ്യപാനം തുടങ്ങി. സ്പോർട്സിൽ എന്തായിരുന്നു? സ്പോർട്സിൽ ഞാൻ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, ഷട്ടിൽ ബാഡ്മിൻ്റൺ അങ്ങനെ കളിക്കുമായിരുന്നു. അപ്പം അതിനുശേഷം ഈ മദ്യപാന സമസ്യകൾ കൂടിക്കൂടി വന്നു. അത് പിന്നെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ അത് ഒരു സ്ഥിര മദ്യപാനി എന്നുള്ളൊരു ലെവലിലേക്ക് നമ്മുടെ ജീവിതം തരം താണു. ഇപ്പോൾ സുനിൽ എന്ത് ചെയ്യുന്നു? ഞാനിപ്പം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻഷുറൻസ് ഡിവിഷൻ്റെ അസിസ്റ്റന്റ് ബ്രാഞ്ച് ഹെഡാണ്, തിരുവല്ല ബ്രാഞ്ചിൽ. അപ്പോൾ ഈ ജോലി കിട്ടുന്നതിന് മുൻപായിരുന്നോ ഈ ശീലങ്ങൾ, അതോ? അല്ല, എനിക്ക് പഠനം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല നല്ല ജോലികളൊക്കെ കിട്ടിയിരുന്നു. എങ്കിൽ പോലും ഞാൻ ഈ മദ്യപാന ശീലം കൊണ്ട് തന്നെ ജോലികളൊക്കെ നിരന്തരം നഷ്ടപ്പെടുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയിലൊക്കെ എത്തിച്ചേർന്നിരുന്നു. പിന്നീട് ഇത് അവസാനമായപ്പോഴത്തേക്കും ഒരു പൂർണ്ണസമയ മദ്യപാനം എന്നുള്ള ലെവലിലേക്ക് തന്നെ എത്തിയിരുന്നു ഞാൻ. എന്തായിരുന്നു അന്നത്തെ ആ സമയത്ത്, ആ മുഴുവൻ സമയം മദ്യപിച്ച് നടക്കുമ്പോഴുള്ള അന്നത്തെ ഒരു ദിവസത്തെ എങ്ങനെയായിരുന്നു ഒരു സ്റ്റൈലൊക്കെ? എന്തായിരുന്നു രീതികൾ, എങ്ങനെയൊക്കെയായിരുന്നു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ? ഞാൻ ഒരു പൊതുപ്രവർത്തന മേഖലയിലുമൊക്കെ വിരാജിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ധാരാളം സുഹൃത്തുക്കളുണ്ടായിരുന്നു. പഠന മേഖലയുമായി ബന്ധപ്പെട്ടായാലും ജോലി ബന്ധപ്പെട്ടായാലും ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കുകയും അപ്പം മദ്യപാന സദസ്സുകളും അതിനനുസരിച്ചുള്ള കമ്പനികളും ഒക്കെ ആയി. പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ നമ്മൾ നിരന്തരം പ്രശ്നങ്ങളിൽ തന്നെ ചെന്ന് ചാടുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ അന്നേരം അതിനുശേഷം അതിൻ്റെ സുഹൃത്തുക്കളൊക്കെ നമ്മളിൽ നിന്ന് അകന്നകന്ന് പോയി. അത് നമ്മൾ അറിയുന്നില്ല. ഗ്രാജ്വലി നമ്മളിൽ നിന്ന് നമ്മുടെ മദ്യപാനം മൂലം നമ്മളിൽ നിന്ന് അടുത്ത് നിന്ന ആൾക്കാരെ അകന്നു പോകുന്നത് നമ്മൾ അറിയുന്നത് വളരെ വൈകിയാണ്. വീട്ടിലും പ്രശ്നങ്ങളായിക്കാണോ? വീട്ടിലും പ്രശ്നങ്ങൾ, നാട്ടിലും പ്രശ്നങ്ങൾ, ഒത്തിരി വളരെയധികം പോലീസ് കേസുകൾ. അതൊക്കെ ന്യായം ഒരു അർത്ഥത്തിൽ എൻ്റെ ഭാഗത്താണ് എങ്കിൽ പോലും ഈ മദ്യപാനം എന്നൊരു സ്വഭാവ വൈകൃതം ഉള്ളതുകൊണ്ട് ആരും അംഗീകരിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ ഇറങ്ങി അതിരാവിലെ തന്നെ തുടങ്ങുമായിരുന്നു?
രാവിലെ മദ്യപിക്കുന്ന സമയങ്ങളിൽ രാവിലെ മദ്യപിക്കണം എന്നൊരു മോട്ടീവ് മാത്രമേ നമുക്കുള്ളല്ലോ. പിന്നെ ജീവിതത്തിലൊരു സമയമായപ്പോഴത്തേക്ക് എല്ലാം നഷ്ടപ്പെട്ട്, ജോലിയില്ല, സമ്പത്തില്ല, സുഹൃത്ത് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ രാവിലെ മദ്യപിക്കുക, അതിനെ തുടർന്ന് പ്രശ്നങ്ങളിൽ വീണ്ടും വീണ്ടും ചെന്ന് ചാടുക, അങ്ങനൊരു ലെവലിലേക്ക് ജീവിതം ഒരു സമയത്ത് പോയി. ആ കാലയളവിൽ ഇപ്പോഴും ഓർത്തെടുക്കുമ്പം ശരിക്കും മദ്യത്തിൻ്റെ ആ ലഹരിയിൽ അങ്ങനെ നിൽക്കുമ്പം ഓർത്തെടുക്കുമ്പം ഒരുപാട് സംഭവങ്ങൾ കാണുമല്ലോ. അന്നത്തെ ഈ ഒത്തിരി വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ കാണും. വേണ്ടായിരുന്നു, എനിക്കത് ചെയ്യേണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ഓർത്തെടുക്കാൻ എനിക്കത് വളരെയേറെ പ്രയാസം ഉണ്ടാക്കിയ സംഭവം ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ആരോടെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ ബേസ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട്? ഇഷ്യൂ ബേസ് ഒരു 90% ഇഷ്യൂകളും ഈ മദ്യപിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഭാഗത്താണ് ന്യായം എന്ന് തന്നെ നമുക്ക് തോന്നും. നമ്മൾ ബാക്കി ആരുടെയും ഭാഗം നമുക്ക് അംഗീകരിക്കാൻ ഒരു മനസ്ഥിതി ഏതൊരു മദ്യപാനിക്കും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ലഹരിക്ക് അടിമപ്പെട്ട ആർക്കും എല്ലാവർക്കും പൊതുവായ ഒരു സ്വഭാവമാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ബാക്കിയുള്ളവർ പറയുന്നതെല്ലാം നമ്മൾ പറയുന്നതാണ് ശരി, ബാക്കിയുള്ളവർ പറയുന്നതല്ല കറക്റ്റ് എന്നുള്ള നിഗമനത്തിൽ നമ്മൾ മുമ്പോട്ട് പോവുകയും പ്രശ്നത്തിൽ ഏർപ്പെടുകയും നിരന്തരം പോലീസ് കേസുകൾ, ഈവൻ ഈ നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ ആളുകൾ, മുതിർന്നവരും അല്ലെങ്കിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആരെങ്കിലും ഒക്കെ വിളിച്ച് ഉപദേശിച്ചിട്ടുണ്ടാവുമല്ലോ? തീർച്ചയായും എന്നെ സ്നേഹിക്കുന്ന വളരെയധികം പേര് വളരെ പോസിറ്റീവായിട്ട് എന്നെ ഉപദേശിക്കുകയും, പക്ഷെ ആ സമയത്ത് നമ്മൾ ഈ ഉപദേശം ഒന്നും അംഗീകരിക്കത്തില്ല. ഒരു ചെവിക്കൂടെ കേട്ട് മറ്റൊരു ചെവിക്കൂടെ കളയും എന്നല്ലാതെ അത് ഒരർത്ഥത്തിൽ എൻ്റെ സ്വഭാവത്തിൻ്റെ അല്ലാതെ മദ്യപാന ആസക്തിയുടെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പം നോക്കി കാണുന്നത്. അതിരാവിലെ ഇറങ്ങും, ഇത് മദ്യപാനം തുടങ്ങി രാത്രി ഇരട്ടിയൊക്കെ ആയിരിക്കുമല്ലോ വീട്ടിൽ ചെല്ലുക. തീർച്ചയായിട്ടും അതിനൊരു കൃത്യമായ സമയമൊന്നുമില്ല. ആരോഗ്യവും അതനുസരിച്ച് നഷ്ടപ്പെട്ടു. അതെ, തീർച്ചയായിട്ടും ആരോഗ്യപരമായാലും സാമ്പത്തികമായാലും സാമൂഹികമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയെ നോക്കുകയാണെന്ന് ഒരു സമയം വരെ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഈ സുഹൃത്തുക്കൾ പലരും എപ്പോഴെങ്കിലും ഇത് കൈവിട്ടു പോകുന്ന അങ്ങനെ പറഞ്ഞു? തീർച്ചയായും വളരെയധികം എന്നെ സ്നേഹിക്കുന്ന വളരെയധികം സുഹൃത്തുക്കൾ എന്നോട് പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ചിലർ പിന്നെ ഉപേക്ഷിച്ച മട്ടിൽ തന്നെ ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ പെരുമാറിയിട്ടുണ്ട്. ഈ എല്ലാം കൈവിട്ടു പോകുന്നൊരു തോന്നൽ നമുക്കുണ്ടാവുമല്ലോ ആ സമയത്ത്, അല്ലേ? നമ്മുടെ കയ്യിൽ നിൽക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുക. ഈ കിരീട സിനിമയിൽ മോഹൻലാൽ കവിയൂർ പൊന്നമ്മയോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കയ്യിലൊന്നും നിൽക്കുന്നില്ല അമ്മേ, എൻ്റെ ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നെ ഇതിന് സാമ്പത്തിക ഒരു പ്രശ്നമാണല്ലോ, അല്ലേ? സാമ്പത്തിക ഒരു പ്രശ്നമാണ് അന്നൊക്കെ ഒരു. പക്ഷേ അതൊന്നും അങ്ങനെയുള്ള ഒരു ചിന്ത ഒരു നമ്മളെ ഇതിലേക്ക് വരില്ല. കാരണം നമ്മുടെ ലക്ഷ്യം രാവിലെ ഇറങ്ങുക, മദ്യം വാങ്ങിക്കുക, കുടിക്കുക, അങ്ങനെ അങ്ങ് യാത്രയായിരുന്നു. നമ്മളുടെ ശരീരം നോക്കത്തില്ല, വസ്ത്രം നോക്കത്തില്ല, ഒന്നും നോക്കത്തില്ലല്ലോ നമ്മൾ. അവസാന ഒരു സമയം ആ ഒരു ലെവലിലൊക്കെ തന്നെ ആയിരുന്നു. എത്ര വർഷം അങ്ങനെ പോയി? ഒരു പൂർണ്ണ മദ്യപാനം ഒരു 4-5 വർഷത്തോളം പൂർണ്ണമായിട്ടും. അപ്പോഴേക്കും മറ്റേ പൊതുരംഗത്തുള്ള യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. നല്ല രീതിയിൽ അവിടെ സംഘടനാ പ്രവർത്തനം ഞാനിരുന്ന സമയത്താണ് ഭരണം പിടിച്ചത്. ഓക്കെ, പഞ്ചായത്തിലല്ലേ? പഞ്ചായത്തിൽ. അതെ. അതിനുശേഷം പിന്നെ ഈ മദ്യപാനമായിരുന്നു ഒരു കാരണം സംഘടനാ രംഗത്തു നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട്? തീർച്ചയായും മദ്യപാനം വന്നു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു വ്യക്തിയുടെ ജീവിത രീതി ഒന്നടങ്കം മാറിപ്പോവും. പിന്നെ അത് ലഹരി കേന്ദ്രീകൃതമായി പോകും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ശരിക്കും അങ്ങനെ നമുക്കിനി വിഷയത്തിലേക്ക് വന്നാൽ, അങ്ങനെ വെള്ളം സിനിമ കാണുന്നു. തീർച്ചയായും വെള്ളം സിനിമ തിയേറ്ററിലാണ് കാണുന്നത്? അല്ല, OTT മൊബൈലിലാണ് കാണുന്നത്. അതെ. വെള്ളം സിനിമ ഈ മദ്യപാന ആയിട്ടുള്ള വിഷയമാണ് എന്ന് കേട്ടറിഞ്ഞ് സുനിൽ സെലക്ട് ചെയ്ത് കണ്ടതാണോ, യാദൃശ്യമായി കണ്ടത്? എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അത് കാണണം എന്ന് പറഞ്ഞ് ഡൗൺലോഡ് ചെയ്തു. അത് ഒറ്റ ഇരിപ്പിൽ കണ്ടു തീർത്തു? തീർച്ചയായും. ആ സമയത്ത് നന്നായിട്ട് മദ്യപിക്കുന്ന സമയവുമാണ്? തീർച്ചയായും ആണ്. എന്നിട്ടും ആ സിനിമ കണ്ടു തീർത്തു? കണ്ടു. രാത്രിയിലായിരുന്നോ പകലായിരുന്നോ സിനിമ കണ്ടത്? രാത്രിയിലായിരുന്നു. ഒറ്റയ്ക്ക് ഇരുന്ന് വീട്ടിൽ നിന്ന്? അതെ. അവിടെ മുതൽ ഒരു കൊല്ലിയ മിന്നിയോ? തീർച്ചയായും. ഞാൻ ജീവിതത്തിലൊരു ശുഭാപ്തി വിശ്വാസക്കാരനായിരുന്നു ചെറുപ്പം മുതൽ. ശരി. നല്ലതായി ജീവിക്കണമെന്നും എല്ലാവരും നന്നായി കാണണമെന്നും സമൂഹത്തോട് ചേർന്ന് നിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ചെറുപ്പം മുതൽ. അപ്പോൾ ഒരു സ്പാർക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഒരു പൊടിക്ക് കിടപ്പുണ്ടായിരുന്നു. അതെ. അങ്ങനെ വെള്ളം കണ്ടപ്പം ജയസൂര്യയുടെ ആ കഥാപാത്രം ഒരർത്ഥത്തിൽ എന്നെ സ്വാധീനിച്ച് അതൊരു റിയൽ ലൈഫിലുള്ള ഒരു കഥ തന്നെയായിരുന്നു. വെള്ളം മുരളി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ജീവനോടുണ്ട്. അയാളുടെ ജീവിതത്തിൽ അയാളുടെ നടന്ന സംഭവവും അദ്ദേഹത്തിൻ്റെ അതിനുശേഷമുള്ള ജീവിതവും ഒരു റിയൽ ലൈഫായിരുന്നു.
അപ്പം ആ സിനിമ കാണുമ്പോൾ ആ ജയസൂര്യ അവതരിപ്പിച്ച കഥാപാത്രം നമ്മൾ തന്നെ ആണെന്ന് തോന്നുന്ന വളരെയധികം സന്ദർഭങ്ങൾ ആ ചിത്രത്തിലുണ്ടായിരുന്നു. അപ്പം അത് വളരെയധികം നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അപ്പം നമ്മൾ പിന്നെ ഒറ്റയ്ക്ക് ചിന്തിക്കുമ്പം ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ നമ്മളെ ജനം കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇതായിരുന്നല്ലോ, ഇങ്ങനെ അല്ലല്ലോ നമ്മൾ ജീവിക്കേണ്ടത്, ഞാൻ ആഗ്രഹിച്ചതൊന്നും അല്ലായിരുന്നല്ലോ. അത് വളരെ ഒരു പ്രചോദനം തന്ന സിനിമയാണ്. കാരണം ആ സിനിമയിൽ അയാളും ജയസൂര്യയും കഥാപാത്രവും അതിനകത്ത് ഭയങ്കര മാറ്റം ഉൾക്കൊണ്ടിട്ട് അവസാനം അയാളുടെ സ്വപ്നത്തിലേക്ക് പറന്നുയർന്ന് സക്സസ് ആവുന്ന മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ അതെ അതെ. അപ്പോൾ സിനിമ കണ്ടു തീർന്നിട്ട് കരഞ്ഞോ? ഞാൻ കരഞ്ഞില്ല, ഉള്ളിൽ ഒത്തിരി വേദന ഉണ്ടായിരുന്നു. പുറമേ കരഞ്ഞില്ലെങ്കിൽ പോലും വളരെയധികം കുറ്റബോധവും പശ്ചാത്താപവും ഒക്കെ തോന്നി. അപ്പോൾ രാത്രി സിനിമ കണ്ടു തീർന്നു, പിറ്റേ ദിവസം രാവിലെ മുതൽ മാറ്റത്തിനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷേ നമ്മൾ ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ക്യാൻസറിനെക്കാട്ട് വലിയൊരു വിപത്താണ് ഈ ലഹരി എന്ന് പറയുന്നത്, എൻ്റെ അനുഭവത്തിൽ. അപ്പോൾ അതൊരു ആളെ കൊണ്ട് അതൊരു പരിധി കഴിഞ്ഞാൽ പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അതൊരു ഒരു പ്രോസസ്സാണ് നമ്മൾ. പിന്നെ പക്ഷേ അതിനൊരു നമുക്ക് നല്ലൊരു വിൽ പവറും നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് വളരെയധികം ശ്രമവും ഉണ്ടായെങ്കിൽ മാത്രമേ അതിൽ നിന്ന് മോചിതനാകാൻ പറ്റുള്ളൂ. എന്നാലും സിനിമയിലെ കഥയും കഥാപാത്രങ്ങളും എല്ലാം പെട്ടെന്ന് പിടിച്ചു. തീർച്ചയായും സംശയമില്ലാത്ത. പിറ്റേ ദിവസം മുതൽ തന്നെ അതിന്റെ ഒരു ശ്രമം ആരംഭിച്ചു. തീർച്ചയായും. എത്ര നാളെടുത്തു അതിന്റെ ഒരു റിയാലിറ്റിയിലേക്ക് വരാൻ? പിന്നീട് ഒരു 6 മാസത്തോളം എടുത്തു. 6 മാസം എടുത്തു. അപ്പം ഇത് പിന്നീട് എപ്പോഴും മദ്യപിക്കണം തോന്നുമ്പോഴും അല്ലെങ്കിൽ മദ്യപിക്കുമ്പോഴും ഒക്കെ ഈ ജയസൂര്യയും കഥയും മനസ്സിലുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും പിന്നെ ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭങ്ങളിൽ ചിന്തിക്കുമല്ലോ. പൂർണ്ണസമയം മദ്യപാനി അല്ലെങ്കിൽ പൂർണ്ണസമയം ലഹരിക്ക് അടിമയാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വയമായി ചിന്തിക്കാനുള്ള സമയം ലഭിക്കുന്നില്ല. അവർ സ്വയം ചിന്തിക്കുന്നുമില്ല. പക്ഷെ നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ ഇതിൽ നിന്നൊരു മാറ്റം ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. സിനിമ പിന്നീട് കണ്ടോ? ആദ്യം കണ്ടതല്ലാതെ പിന്നീട് വീണ്ടും കണ്ടു, പലതവണ കണ്ടു. ആ സിനിമയുടെ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ മുതൽ തുടർന്നൊരു 6 മാസക്കാലം കൊണ്ട് ഞാനിങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ, എൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം മദ്യം മൂലം തകരുകയാണല്ലോ എന്നുള്ള ചിന്തയിൽ തുടർന്നങ്ങോട്ട് ഒരു ശ്രമം ആരംഭിച്ചു. ഒരു 6 മാസമായപ്പോഴത്തേക്ക് പൂർണ്ണമായും തീർച്ചയായും അളവിൽ കുറച്ച് കൊണ്ടുവന്നു. തീർച്ചയായും അതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി കൊണ്ടുവന്നു. മാത്രമല്ല എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതിലെ കഥാപാത്രം റിയൽ ലൈഫിൽ അത് തെളിയിച്ചൊരു വ്യക്തിയാണ്. അതൊരു കഥ മാത്രമല്ല, ഒരു ഫാന്റസി അല്ലല്ലോ, അത് നമ്മുടെ റിയൽ ലൈഫിൽ. അതായത് അദ്ദേഹം മദ്യപാനം നിർത്തിയിട്ട് ഇന്നേക്ക് 13 വർഷമേ ആവുന്നുള്ളൂ മൊത്തം. ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന സമയം കൂട്ടിയാൽ അദ്ദേഹം റിയൽ ലൈഫിൽ അദ്ദേഹത്തിന്റെ വളരെയധികം ഇന്റർവ്യൂകൾ ഞാൻ പിന്നെ കണ്ടു. യഥാർത്ഥത്തിൽ വെള്ളം സിനിമയിലെ ജയസൂര്യയുടെ കഥാപാത്രത്തിന്റെ കാരണക്കാരനായ ജീവിച്ചിരിക്കുന്ന ആളിന്റെ അഭിമുഖങ്ങൾ സ്ഥിരം കാണുമായിരുന്നു. അപ്പൊ അതും നമുക്കൊരു വലിയ പ്രചോദനം. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളെല്ലാം അദ്ദേഹം ഒരു ഒളിവും മറവും ഇല്ലാതാണ് ഇന്റർവ്യൂവിന് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പൊ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പറയാൻ, ഈ ഒരു മദ്യപാനി അല്ലെങ്കിൽ അങ്ങനെയുള്ള ലഹരിക്ക് അഡിക്റ്റാവുന്നവരോട് വേറെ ആര് പറഞ്ഞാലും, സുഹൃത്തുക്കളോ അമ്മയോ ഭാര്യയോ മക്കളോ ഒക്കെ ആര് പറഞ്ഞാലും ഒരു പക്ഷെ തലയിൽ കയറണമെന്നില്ല. പക്ഷെ ഒരു കഥ, ഒരു സിനിമ എത്രത്തോളം ഒരാളെ സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് സുനിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 6 മാസത്തിന് ശേഷം അത് പൂർണ്ണമായിട്ടും നിന്നു. തീർച്ചയായും ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് ഞാൻ തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നത് വീണ്ടും ഒരു 3-4 മാസം കൊണ്ട് കഴിഞ്ഞിട്ടാണ്. പെട്ടെന്ന് ഇങ്ങനെ കുറേശ്ശെ നിർത്തുന്നതല്ലേ? ഞാൻ സത്യത്തിൽ അന്നേരം ഉടനടി നിർത്തിയില്ലെങ്കിൽ പോലും നിർത്തിയപ്പോൾ പിന്നെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ കുറച്ച് വരിക എന്നുള്ളതല്ല, കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. തിരിച്ചു വന്നപ്പം അന്ന് മാറ്റി നിർത്തിയ സുഹൃത്തുക്കൾ, നാട്ടുകാർ, ഇവരൊക്കെ പിന്നീട് എന്തായിരുന്നു? തീർച്ചയായും അവരെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് എൻ്റെ മാറ്റത്തെ കണ്ടതും. ഞാൻ അതിൽ ഒത്തിരി നന്ദിയും കടപ്പാടും എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ നാട്ടുകാരോടും സ്നേഹിക്കുന്നവരോടും എല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ അവരെല്ലാം എന്നെ പോസിറ്റീവായിട്ടാണ് കണ്ടത്. ഒരാൾ പോലും നമ്മളെ നെഗറ്റീവായിട്ട് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വർത്താനം പറഞ്ഞിട്ടില്ല. അതൊരു വലിയ പ്രചോദനം, വീണ്ടും ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ എനിക്കൊരു പ്രചോദനമായിരുന്നു, ഊർജ്ജമാണ്. അങ്ങനെ ജോലിയിൽ പ്രവേശിച്ചു, ജോലിയിൽ നല്ല ഡെവലപ്മെന്റ്സ് ആയി. തീർച്ചയായും. ഈ അടുത്ത കാലത്ത് ഒരു കാർ വാങ്ങിച്ചു. തീർച്ചയായും. കാറ് കൊണ്ട് നേരെ കൊച്ചിക്ക് വിട്ടു. തീർച്ചയായും. അപ്പം നിമിത്തമായ കാരണക്കാരനായ ജയസൂര്യയുടെ മുന്നിൽ ചെന്നങ്ങ് നിന്നു. എന്തായിരുന്നു ജയസൂര്യ പറഞ്ഞത്? അതൊരർത്ഥത്തിൽ ഞാനത് ഇങ്ങനൊരു ആഗ്രഹം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ അതിന് വളരെയധികം സഹായിച്ച്, അപ്പം ഞങ്ങൾ എന്നോട് നേരെ അങ്ങ് പോവുകയാണ്. അജിത് ഗോപാൽ.
അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് നമ്മളെ വണ്ടി എടുത്തിട്ട് ചെല്ലാം എന്നുള്ള ലെവലിൽ നിന്നു. എടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ നേരെ കൊച്ചിക്ക് വിട്ടു. ശരി. ജയസൂര്യ വളരെ സന്തോഷത്തോടെ ഞങ്ങളെ കാത്തിരുന്ന് സ്വീകരിച്ചു. വളരെയധികം ഒരു മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. വളരെ പോസിറ്റീവായുള്ള സമീപനവും തുടർന്നുള്ള പിന്തുണയെല്ലാം പുള്ളി ഒരു ബന്ധം സ്ഥാപിച്ചിട്ടാണ് സ്ഥാപിച്ചു. സംവിധായകനെയും കണ്ടു വന്നല്ലേ? സംവിധായകനും നമ്മളെ കാണാൻ പറ്റി. അദ്ദേഹം വളരെ ദൂരത്തായിരുന്നു അദ്ദേഹം. പക്ഷെ ഞങ്ങളെ കാണാൻ വേണ്ടി തന്നെ അദ്ദേഹം പറഞ്ഞു 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വന്നു. പിന്നെ പ്രൊഡ്യൂസറെ, അതായത് റിയൽ ലൈഫിലെ മുരളിച്ചേട്ടൻ നേരിട്ട് കണ്ടില്ല, നേരിട്ട് ഫോണിൽ പലതവണ സംസാരിച്ചു. കാണാൻ ചെല്ലണമെന്ന് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. പുള്ളി വിദേശത്തൊക്കെ ബിസിനസ്സുള്ള കക്ഷിയാണ്. ഇപ്പോൾ കണ്ണൂർ ഉള്ളപ്പോഴോ നാട്ടിലുള്ളപ്പോഴോ തീർച്ചയായിട്ടും കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കാണണം എന്നുള്ളത് വലിയൊരു വളരെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ രംഗത്ത് സുനിൽ വല്ലാതെ ഒരു മെസ്സേജാണ് ഇതിലൂടെ പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്. തീർച്ചയായും ഈ മദ്യപാനത്തിനെതിരെ ഇപ്പം നമ്മുടെ നാട്ടിൽ മദ്യം മാത്രമല്ല, ലഹരിയുടെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തങ്ങളിൽ നിസ്സാര കാര്യങ്ങൾക്ക് വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് കഠാര എടുത്ത് പള്ളക്ക് കയറ്റുന്ന തരത്തിലേക്ക് കുട്ടികളൊക്കെ മദ്യപാനത്തെക്കാട്ടിൽ മറ്റ് ലഹരികളുടെ ഉപയോഗമാണ് അങ്ങനെയുള്ള ക്രൈമിലേക്ക് കൂടുതലും ഇങ്ങനെ. തീർച്ചയായിട്ടും സുനിലിനുണ്ടായ ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു ശക്തി അത് സമൂഹത്തിന് ആ ഒരു മെസ്സേജ് പകർന്നു കൊടുക്കാൻ തക്ക വിധത്തിൽ എന്തെങ്കിലും പ്ലാനോ പദ്ധതിയോ ഐഡിയ? തീർച്ചയായിട്ടും. അത് സത്യത്തിൽ എൻ്റെ ചെറുപ്പകാലം മുതൽ ലഹരിക്കെതിരെ ഞാനൊരു ചെറുപ്പകാലം മുതൽ എതിരായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കോളേജ് മാഗസീനിലൊക്കെ പുകവലിക്കെതിരെ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഇന്നേരെ പുകവലിച്ചിട്ടില്ല. അതൊക്കെ വളരെ തെറ്റാന്ന് വാദിക്കുന്ന ഒരു കൂട്ടത്തിലുമാണ്. പക്ഷെ അന്ന് ഒരു 20 വയസ്സായപ്പം വേറൊരു പ്രലോഭനത്തിന് ബീറൽ തുടങ്ങിയൊരു മദ്യപാനം ഇത്രയും വളരെയധികം ഈ ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതാണ് തുടങ്ങിയത്. പക്ഷെ അതിൻ്റെ ഒരു അനുഭവത്തിൽ ഇതൊരു ക്യാൻസർ പോലാണ്. തുടങ്ങുമ്പോൾ അറിയത്തില്ല, ഇതിൻ്റെ അവസാന സ്റ്റേജിൽ മാത്രമേ നമ്മളിത് തിരിച്ചറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിന് എതിരെയുള്ള വളരെയധികം പ്രവർത്തനം നടത്തുന്ന വളരെയധികം ആഗ്രഹമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ലഹരി വിരുദ്ധ സെമിനാറിൽ 100-300 കുട്ടികളെ അഭിസംബോധന ചെയ്ത എൻ്റെ ജീവിതാനുഭവങ്ങളെയും പറയുകയുണ്ടായി. ഇതിനുവേണ്ടി തീർച്ചയായും എല്ലാവരും എൻ്റെ സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട സിനിമ സുഹൃത്തുക്കൾ കേട്ടുവല്ലോ സുനിലിൻ്റെ ജീവിതം. അപ്പോൾ സിനിമ എത്രത്തോളം മനുഷ്യരെ സ്വാധീനിക്കുന്നുണ്ട്, സിനിമയിലെ നല്ല വശങ്ങൾ, സിനിമയിലെ മോശവശങ്ങൾ, ഇതൊക്കെ ജനസമൂഹത്തെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ നന്മയും തിന്മയും ഒരുപോലെ തന്നെ സമൂഹത്തിൽ അത് വിഷയമായി ഭവിക്കും എന്നുള്ളത് സുനിലിൻ്റെ ജീവിതം നമുക്ക് മുന്നിൽ സുനിൽ പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് ഇനിയൊരു തർക്കം ആ കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സിനിമ കണ്ടിട്ടാണോ ഇത് നടക്കുന്നത് അല്ലെങ്കിൽ എന്നുള്ള തർക്കം, ഇതുപോലെ ഒട്ടേറെ ഉദാഹരണങ്ങൾ ഇനി പലതും ഉണ്ടാവും. ആരും ഒരുപക്ഷെ രംഗത്തോട്ട് വരാത്തതുമായിരിക്കാം. സുനിലിന് എന്താണ് ഒരു ചുരുങ്ങിയ വാക്കിൽ ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്? തീർച്ചയായും നമുക്ക് ഇപ്പം ഈ വന്ന കാലഘട്ടത്തിൽ മദ്യപാനം മാത്രമല്ല, അതിനേക്കാൾ വളരെ മാരകമായ ലഹരിക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറുപ്പ സമൂഹം. അപ്പോൾ അത് ഇപ്പം നമ്മുടെ പത്രമാധ്യമങ്ങൾ നോക്കി, നമ്മുടെ ചുറ്റുപാടുകൾ നോക്കിയാലും ഈ ലഹരിയുടെ ആത്യന്തികമായ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ അതിഭീകരമായ ക്രൈമുകളും ജീവിത സാഹചര്യവുമാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മുടെ യുവതലമുറയെ പിന്തിരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. അതിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സെമിനാർ സംഘടിപ്പിച്ചപ്പം അവരുടെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടുണ്ട്. പക്ഷേ അത് ആ പ്രായത്തിലുള്ള ചെറുപ്പക്കാരെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം എല്ലാ പൊതുജനങ്ങളും ചേർന്ന് സംഘടിതമായിട്ട് എന്തെങ്കിലും ഒരു ശ്രമം നടത്തിയില്ലെങ്കിൽ നമ്മുടെ കാലഘട്ടം വളരെ അപകടകരമായ രീതിയിലേക്ക് പോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച് സുനിലെ. തുടർന്നുള്ള ജീവിതത്തിലെ അടിക്കടി ഉയർച്ചയും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. നന്ദി. ഓക്കെ.